എന്നെ ഒട്ടും ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. എന്നെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിബിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, എന്നാ നടക്കുന്നത്? ഇൻസ്റ്റയിൽ അക്ബറിന്റെ അക്കൗണ്ട് പോയി. ഇതെന്താ ഹാക്കാണോ അല്ലെങ്കിൽ ഇൻസ്റ്റ തന്നെ ബൈ ബൈ പറഞ്ഞതാണോ? എന്തായാലും കഥ എന്തായാലും സോഷ്യൽ മീഡിയയിൽ വൺ ട്വിസ്റ്റ് ആണ് കേട്ടോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അക്ബറിന്റെ കാര്യത്തിൽ. ഇപ്പോൾ സീൻ എന്താണെന്ന് വെച്ചാൽ അക്ബറിന്റെ അക്കൗണ്ട് ഉണ്ടല്ലോ, ഇൻസ്റ്റയിൽ സെർച്ച് ചെയ്താൽ കിട്ടില്ല, കാണുന്നില്ല. അതിൽ പലതരത്തിലുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട്. അതിപ്പോൾ പല രീതിയിലാണ് കേട്ടോ ചർച്ചകൾ നടക്കുന്നത്. ചിലവർ പറയുന്നു റിപ്പോർട്ട് അടിച്ച് ഇൻസ്റ്റ അക്കൗണ്ട് ഡൗൺ ആക്കിയതെന്ന്, ചിലർ പറയുന്നു ഇൻസ്റ്റ തന്നെ ഡിലീറ്റ് ആക്കിയെന്ന്, ചിലർ പറയുന്നു ഇൻസ്റ്റയുടെ പോളിസീസ് വയലേറ്റ് ചെയ്തതിൻ്റെ പേരിൽ ഇൻസ്റ്റ അക്കൗണ്ട് എടുത്ത് കളഞ്ഞെന്ന്. അങ്ങനെ പലരും പലതരത്തിലാണ് പറയുന്നത്. എന്നാൽ എന്താണ് യാഥാർത്ഥ്യത്തിൽ സംഭവിച്ചത്? ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഇത് വേറെ ലെവൽ പണിയാണ് ഗൈസ്. ഇവനെ പോലെ സെലിബ്രിറ്റികൾ, അതായത് ബിഗ് ക്രിയേറ്റർ വരെയും സേഫ് അല്ല. അപ്പോൾ പിന്നെ നമ്മുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്തായാലും അക്ബർ ബ്രോയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം കേട്ടോ. ആള് തന്നെ ലൈവിൽ വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, കേൾക്കാം. ഹായ്, എന്നെ ഒട്ടും ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. തുടക്കം തന്നെ നെഗറ്റീവ്. എന്ത് ഇഷ്ടമല്ലാന്ന് വിചാരിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും താങ്കളെ ഇഷ്ടമാണ്. ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് കരുതിക്കൊണ്ട് ഇഷ്ടമല്ലായകയുണ്ടോ? ഒരിക്കലും അല്ല. തുടക്കം തന്നെ നെഗറ്റീവ് അടിപ്പിച്ചുകൊണ്ടുള്ള സ്റ്റാർട്ടിങ് വേണ്ടായിരുന്നു ബ്രോ പറയേ. മാത്രമല്ല, എന്നെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു മനപ്രയാസം വരുന്നൊരു കാര്യം കൂടിയാണ്. ദാറ്റ് ഈസ് എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അടിച്ചുപോയി ഗൈസ്. ഡിസേബിളായി, സസ്പെൻഡഡായി. ഞാൻ ഒരുപാട് ശ്രമിച്ചു, അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചു, പക്ഷെ കിട്ടാത്തൊരവസ്ഥയിലാണ്. ഇത്ര വലിയ സെലിബ്രിറ്റികളുടെ അക്കൗണ്ട് പോലും സേഫ് അല്ല. അപ്പോൾ പിന്നെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ കാര്യം പറയണം. ഇനിയും ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ, ഇനിയൊരു വേറെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ നേരം വൈകി പോകും. 2018 മുതൽ എനിക്ക് തോന്നുന്നു സരിഗമപ്പൊക്കെ മുതൽ നല്ല രീതിയിൽ ഫോളോവേഴ്സൊക്കെ വന്ന്, അതിനുശേഷം സ്റ്റാർ സിംഗറിൽ മെൻറ്ററായിരുന്നു, പിന്നെ ബിഗ് ബോസ് വന്നു, ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ സംഭവിച്ചു. അപ്പം ആ സമയത്തൊക്കെ എൻ്റെ കൂടെ ഒരുപാട് പേരുണ്ടായിരുന്നു. ഏകദേശം 3 ലക്ഷത്തോളം അതിന് മുകളിൽ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അത്രയും ഒരു നമ്പർ ഉണ്ട് എന്നുള്ള സന്തോഷത്തില്ല, അത്രയും ഒരുപാട് ആൾക്കാർ നമ്മളെ ജേണിയിൽ ഉണ്ടായിരുന്നു, നമ്മുടെ യാത്രയിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ അക്ബറിൻ്റെ ഈ ഒരു വിഷമം ഉണ്ടല്ലോ, ആർക്കൊക്കെ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ പേഴ്സണലി എനിക്ക് നല്ലോണം മനസ്സിലാവും. കാരണം നമ്മുടെ അക്കൗണ്ടിൽ ഒരു 2-3 ലക്ഷമൊക്കെ ഉണ്ടായിട്ട് അതൊരു സുപ്രഭാതത്തിൽ ആ അക്കൗണ്ട് പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന സങ്കടം ഉണ്ടല്ലോ. സീരിയസ്ലി പറയുകയാണെങ്കിൽ എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, എല്ലാവർക്കും അറിയാമല്ലോ. ഗോൾഡൻ ഡയറി എന്ന് പറഞ്ഞ പേരിലാണ് നമ്മളുടെ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നത്. ആ യൂട്യൂബ് ചാനലിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. 1.5-1.25 അടുത്ത് ആൾക്കാരുണ്ടായിരുന്നു. ഈ സീസണിൽ 2 ലക്ഷം കഴിയുമെന്നാണ് ഞാൻ കണക്കൊക്കെ കൂട്ടിയിരുന്നത്, കരുതിയിരുന്നത്. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ആ ചാനൽ പോയി. എന്തിൻ്റെ പേരിലാണ് ആ ചാനൽ പോയെന്ന് സീരിയസ്ലി എനിക്കറിയില്ല. ഞാൻ റിവ്യൂ ചെയ്തു. ബിഗ് ബോസ് ലൈവിൽ നടക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമായി തന്നെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഞാൻ എത്തിച്ചു. അതൊക്കെ ആർക്കൊക്കെയോ ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ആർക്കൊക്കെയോ സൈക്കായിക ഉണ്ടായിട്ടുണ്ടാവാം. അതൊക്കെ കൊണ്ടായിരിക്കാം, അതെന്തോ ആയിക്കോട്ടെ. എന്തായാലും അതെന്തിൻ്റെ ബേസിസിലാണെങ്കിലോ, ഇപ്പോൾ അത് എന്തിൻ്റെ പേരിലാണെങ്കിലും നമ്മൾ ഇത്ര നാൾ കൊണ്ടുനടന്ന ഒരു അക്കൗണ്ട്, ഇത്രയും പേരുണ്ടായിരുന്ന ഒരു അക്കൗണ്ട് നഷ്ടപ്പെടുമ്പോൾ, അത് ഇൻസ്റ്റ ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, വട്ടവർ, അത് നമുക്ക് നഷ്ടപ്പെടുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. മറ്റാർക്ക് മനസ്സിലായില്ലെങ്കിൽ അക്ബറിൻ്റെ സങ്കടം എനിക്ക് മനസ്സിലാവും. അതെങ്ങനെ സസ്പെൻഡ് ആയെന്ന് എനിക്കറിയില്ല. അത് ഇനി ജെന്യുവനായിട്ട് സ്ട്രൈക്ക് വന്നതാണോ, ആരെങ്കിലും പണി തന്നതാണോ, എനിക്കൊന്നും അറിയില്ല. അപ്പം തോറ്റു പിന്മാറാൻ മനസ്സുമില്ല, കാരണം നമുക്ക് ജീവിച്ചല്ലേ പറ്റുള്ളൂ. കാരണം ഒരിക്കലും തോറ്റു പിന്മാറരുത്. എനിക്ക് അങ്ങനെ സംഭവിച്ചൊരു സമയത്തുണ്ടല്ലോ, എൻ്റെ ചാനൽ പോയ സമയത്ത് ഞാൻ ഇതൊക്കെ വിട്ടു. എനിക്ക് സീരിയസ്ലി വേറൊരു ബിസിനസ് ഉള്ളതാണ്, എജു നാവിഗേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റഡി അബ്രോഡ് മാത്രമല്ല ഓൾ ഓവർ ഇന്ത്യ നമുക്ക് അങ്ങനെ ഒരു ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സ്റ്റാഫുകളുണ്ട്, അപ്പോൾ അവരെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം. അതുകൊണ്ട് തന്നെ അതിനിടയിലാണ് ഞാൻ ഈ ബിഗ് ബോസ് റിവ്യൂ ആയിട്ട് വന്നുകൊണ്ടിരുന്നത്. ബിഗ് ബോസ് ടൈമിൽ മാത്രമേ ഞാൻ റിവ്യൂ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാനത് എൻ്റെ ചാനലിൽ ആ ഒരു 2 ലക്ഷത്തിൻ്റെ അടുത്ത് സബ്സ്ക്രൈബേഴ്സുള്ള 1.25 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സുള്ള ചാനൽ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി ഇനി വേണ്ട. അതും എനിക്കും അക്ബറിൻ്റെ അതേ അവസ്ഥയായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. എന്ത് പറ്റിയതാണെന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. ഞാൻ ചെയ്യാതിരിക്കായിരുന്നു. ആ സമയത്താണ് എന്നെ രാജ് ടോക്കിലെ രാജേഷ് ചേട്ടനാണെങ്കിലും സമ്മർ മീഡിയ അറിയാമല്ലോ, സമ്മർ മീഡിയ ആണെങ്കിലും ഇവർ 2 പേരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വിബിത നീ പുതിയ ചാനൽ തുടങ്ങണം, നീ സ്റ്റാർട്ട് ചെയ്യണം, നീ ഒരിക്കലും നിർത്തി പോവരുത് എന്ന് പറഞ്ഞു. ഞാൻ ഇല്ലയെന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. പക്ഷെ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു.
പക്ഷെ അപ്പോഴാണ് ഞാൻ എന്നെ എത്രത്തോളം പ്രേക്ഷകരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ പറയുന്നത് കേൾക്കാൻ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, യൂട്യൂബ് മതി എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ അവിടെ നിന്നൊക്കെ ബ്രേക്ക് എടുത്ത് ഞാനിപ്പോൾ യൂട്യൂബിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കിട്ടുന്ന കണ്ടൻറ്റ് ഞാൻ ചെയ്യും. അതിപ്പോൾ നിർത്തിപ്പോയിക്കോ, നിങ്ങൾക്ക് വേറെ പണിയിലെന്നൊക്കെ എത്ര പേര് ചോദിച്ചാലും എൻ്റെ ചാനൽ നമ്മളത് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത്രയും പേരുടെ സ്നേഹം ഉണ്ടല്ലോ, അതിനേക്കാൾ വലുതല്ല മറ്റൊന്നും. അപ്പോൾ അതാണ്. അപ്പോൾ അക്ബറിൻ്റെ അവസ്ഥ സത്യം പറഞ്ഞാൽ മറ്റാരേക്കാളും എനിക്ക് മനസ്സിലാകും. ഇതേപോലെ ഫേസ് ചെയ്ത് ഒരുപാട് പേരുണ്ട് കേട്ടോ. നമ്മുടെ അനന്തു ഇല്ലേ, അനന്തുവിന് ഇതുപോലെയൊക്കെ സംഭവിച്ചിട്ടുള്ളതാണ്. അത് തന്നെയാണ് എനിക്ക് സംഭവിച്ചത്. സീരിയസ്ലി അതിപ്പോൾ അക്ബറിനും സംഭവിച്ചു. അതൊക്കെ പോവേണ്ടതാണെങ്കിൽ പോകും. പക്ഷേ എന്ന് കരുതി നമ്മൾ തോറ്റു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സ്ട്രഗിൾ ചെയ്യണം, നമ്മൾ അതിന് ഫൈറ്റ് ചെയ്യണം. ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിലുള്ള 20,000 പേര് 21,000 പേരുണ്ട്. അവരെനിക്ക് സപ്പോർട്ടാണ്, അവരെന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇനിയിപ്പോൾ ദിവസങ്ങൾ കഴിയും, നാളുകൾ കഴിയും, ആഴ്ചകൾ കഴിയും, വർഷങ്ങൾ കഴിയും. നമുക്ക് ഈ പറയുന്ന ലക്ഷങ്ങളുള്ള ഫോളോവേഴ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അക്ബർ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. സിറ്റുവേഷനിലൊക്കെ ഇൻസ്റ്റാഗ്രാം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഞാൻ പുതിയ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് എൻ്റെ പുതിയ അക്കൗണ്ട്. ഞാൻ വീണ്ടും ഒരുപാട് അതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരിടക്ക് ഫണ്ട് കിട്ടുമായിരുന്നു. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഇടുമ്പോൾ റവന്യൂ യൂട്യൂബിൽ കിട്ടുന്ന പോലെ തന്നെ റവന്യൂ കിട്ടുമായിരുന്നു, ഫേസ്ബുക്കിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ റവന്യൂ കിട്ടുമായിരുന്നു ഇൻസ്റ്റയിൽ. പക്ഷെ ഒരു ടൈം എത്തിയപ്പോൾ അത് നിർത്തി കളഞ്ഞു. വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആ സമയത്ത് തന്നെയാണ് അക്ബറിന് ഇപ്പോൾ ഇങ്ങനെ ഒരു പണി കിട്ടിയിരിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഈ ഒരു ഫീൽഡിലൊക്കെ നിൽക്കുന്നവർക്ക് തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ എത്രത്തോളം ഹെൽപ്ഫുൾ ആണെന്നുള്ളത് അറിയാമല്ലോ. അല്ലെങ്കിൽ ഇവരെയൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഇല്ലാന്നുണ്ടെങ്കിൽ മറന്നു പോകും. വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും സീറോയിൽ നിന്ന് തുടങ്ങുകയാണ്. കാരണം ഇത് നല്ല ഉള്ളിൽ ഇച്ചിരി വിഷമമുണ്ടാകുന്ന ഒരു കാര്യമാണ്. നമ്മളുടേതെന്ന് നമ്മളൊരു കൂടപ്പിറപ്പ് പോലെ എല്ലാവരും കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ് അവരവരുടെ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ വരുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എന്നെ സത്യസന്ധമായ വാക്കുകൾ അക്ബറിൻ്റെ ബിഗ് ബോസ് വെച്ച് അക്ബർ എത്രത്തോളം സത്യസന്ധമായ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കിപ്പോഴും സംശയമുണ്ട്. പുറത്തിറങ്ങിയിട്ടും അക്ബർ എത്രത്തോളം സത്യസന്ധമായ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതും എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ വീഡിയോയിൽ അക്ബർ പറഞ്ഞ ഓരോ വാക്കുകളുണ്ടല്ലോ സത്യസന്ധമായിട്ടുള്ള വാക്കുകളാണ്, മനസ്സിൽ തട്ടിയുള്ള വാക്കുകളാണ്. കാരണം അക്ബർ പറഞ്ഞിട്ടുള്ള ഓരോ വാക്കുകളും പേഴ്സണലി എനിക്ക് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ തലയിലൂടെ എൻ്റെ മനസ്സിലൂടെയും പോയിക്കൊണ്ടിരുന്ന വാക്കുകളാണ് അക്ബർ പറയുന്നത്. നമ്മുടെ കൂടപ്പുറപ്പിനെ പോലെ, അല്ലെങ്കിൽ കൂടപ്പുറപ്പല്ല, ഞാൻ എൻ്റെ ഒരു കുഞ്ഞിനെ പോലെയാണ് എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരുന്നത്. ഈ ചാനലാണെങ്കിലും എൻ്റെ മറ്റേ ചാനലാണെങ്കിലും ഞാൻ അങ്ങനെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനങ്ങനെ സംഭവിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. ഞാൻ മരവിച്ച് നിന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സെപ്റ്റംബർ 10 വൈകുന്നേരം 7 മണിക്കാണ് എനിക്കൊരു മെയിൽ വരുന്നത്. അതെനിക്കിപ്പോഴും മറക്കാൻ പറ്റിയിട്ടില്ല. ആ നിമിഷവും ആ സമയവും അതൊക്കെ. ആ സമയത്ത് എനിക്ക് ഒരു മരവിപ്പാണ് എനിക്കുണ്ടായത്. എന്ത് ചെയ്തിട്ടാ? സത്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടാണോ, അല്ലെങ്കിൽ പർട്ടിക്കുലർ പേഴ്സണെ ഞാൻ സപ്പോർട്ട് ചെയ്തു? എന്തായാലും അതിൽ നിന്നുണ്ടായ ഒരു ധൈര്യമാണ് ഞാൻ നേരിട്ട് വന്ന് വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് എന്താണെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ഫ്രണ്ടിലൊന്ന് പറയാനായിട്ട്. പിന്നെ മറ്റൊന്ന് വെച്ചാൽ പേടി. നമ്മൾ പറയണത് മറ്റാർക്കെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നാളെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നീ അങ്ങനെ പറഞ്ഞില്ല ഇങ്ങനെ പറഞ്ഞില്ല നമ്മൾ ചോദിക്കും എല്ലാവരും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ നേരിട്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിപിതാന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോന്നൊന്ന് സംസാരിക്കാൻ പറ്റില്ലോ, ഇച്ചിരി സന്തോഷമൊക്കെ ഉണ്ട്. എന്തായാലും ഒന്ന് നമ്മൾ നഷ്ടപ്പെടുന്നത് മറ്റൊന്ന് അതിലും നല്ലത് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറയും. എൻ്റെ കാര്യത്തിൽ കറക്റ്റാണ്. അക്ബറിൻ്റെ കാര്യത്തിൽ അക്ബർ ഇപ്പോൾ 0 ആയിരുന്നു, 0 തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ? ഒരിക്കലും അല്ല മച്ചാനെ, നിങ്ങൾ 0 അല്ല. നിങ്ങൾക്കൊരു ഫെയിം ഉണ്ട്. നിങ്ങൾ എന്താ പറയുക, ഐഡിയ സ്റ്റാർ സിംഗറിലെ മെൻറ്റർ ആയിരുന്നു എന്നതിനേക്കാൾ അപ്പുറം നിങ്ങൾ ബിഗ് ബോസ് സീസൺ ടോപ്പ് 5 അതിൻ്റെ പേരിലാണെങ്കിലും ടോപ്പ് 5 അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു നിങ്ങൾക്ക് ആ ഒരു ഫെയിം മാത്രം മതി നിങ്ങളിങ്ങനെ കയറി പോവാൻ. പക്ഷെ അത് മനുഷ്യപ്പറ്റോടുകൂടി അല്ലെങ്കിൽ നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് ചെയ്യുക, ക്രൂക്കഡായിട്ട് ചിന്തിക്കാതെ ജെന്യുവനായിട്ട് ചിന്തിച്ച് പോവുകയാണെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ഉണ്ടാവും. നമ്മുടെ ജനങ്ങളൊക്കെ, നമ്മുടെ പ്രേക്ഷകരൊക്കെ പാവങ്ങളാണ്. നമ്മൾ സിൻസിയറായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും. അത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചറിയുന്ന ആളാണ് കേട്ടോ. ഞാൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരുടെ സ്നേഹങ്ങളൊക്കെ. നമ്മൾ അവർക്ക് സ്നേഹവും ജെന്യുവിനിറ്റിയും മാത്രം കൊടുത്താൽ മതി, ബാക്കി എല്ലാവരും നമുക്ക് തരും. സപ്പോർട്ട് ചെയ്ത് തരുന്ന ആൾക്കാരുണ്ടായിരുന്നല്ലോ, അവരോട് ഞാൻ ഇനിയും പറയുന്നു, എന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഇനിയുള്ള യാത്രയിൽ എൻ്റെ കൂടെ നിങ്ങളുണ്ടാവണം. മുന്നേ സപ്പോർട്ട് ചെയ്ത് തന്നവർ വീണ്ടും ഫോളോ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് ഇതൊക്കെ ഒന്ന് റീബിൽഡ് ചെയ്തെടുക്കാം. എനിക്ക് അത്ര പറയാനുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട്. ഇത് എന്താ ചെയ്യാല്ലേ, പാവല്ലേ. അക്ബറിൻ്റെ അക്കൗണ്ടിൻ്റെ ഇത് ഞാൻ ഇവിടെ വെക്കാം കേട്ടോ.
ശരിയാണ്, നമുക്ക് ഗെയിം കളിക്കുമ്പോൾ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. അക്ബറിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയല്ല ഞാൻ. അക്ബറിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല ഞാൻ. ആകെ ഒന്നോ രണ്ടോ വീഡിയോ എന്തൊക്കെയോ അക്ബറിനെ സപ്പോർട്ട് ചെയ്ത് അക്ബർ അവിടെ ചെയ്തൊരു നല്ല കാര്യങ്ങൾ കുറച്ച് കണ്ടപ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഒന്നും അക്ബറിനെ സപ്പോർട്ട് ചെയ്യാത്തൊരു വ്യക്തിയാണ് ഞാനും എൻ്റെ ചാനലിലുള്ള കുറച്ച് പ്രേക്ഷകരും. പക്ഷേ ഒരാൾക്ക് ഇങ്ങനെ ഒരു ആപത്ത് വരുമ്പോൾ അല്ലെങ്കിൽ സങ്കടം വരുമ്പോൾ കൈവിട്ട് കളയുന്നവരല്ല നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യും. അക്ബറിൻ്റെ ചാനലല്ല, ഇൻസ്റ്റാ പേജ് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ ഇവിടെ അക്ബറിൻ്റെ പേജൊക്കെ വെച്ചേക്കാം, നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യേ എല്ലാവരും. നമ്മുടെ ബിഗ് ബോസിലുണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് അല്ലേ, അവിടെ ജയിക്കാൻ വേണ്ടി പല കളികളും കളിക്കും. പുറത്തിറങ്ങിയിട്ട് അവർക്കുണ്ടായിരുന്ന നെഗറ്റീവ്സ് മാറ്റാൻ വേണ്ടി അവർ കളിക്കും. അവർക്ക് അറിയാവുന്ന പോലെ അവർ കളിച്ചു, അല്ലെങ്കിൽ അവർ അറിയാവുന്ന പോലെ പറഞ്ഞു. തെറ്റുകൾ പറ്റും, മനുഷ്യന്മാരല്ലേ, ക്ഷമിച്ച് കളാന്നേ. അക്ബറിനെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അക്ബറിന് ഇഷ്ടമല്ല എന്നൊന്നും പറയണ്ട. അക്ബർ നമ്മളവിടെ ആരോടും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് എന്തിനാ ഇഷ്ടക്കുറവ്? മച്ചാൻ ഇപ്പോൾ ഒരു മാസമൊന്നും വേണ്ട, ഒരു 2 ആഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് ലക്ഷങ്ങൾ കിടക്കുന്നേ. ടെൻഷൻ അടിക്കണ്ട. സീരിയസ്ലി പറയുകയാണെങ്കിൽ ഇത് എന്തിൻ്റെ പേരിലാണ് അക്ബറിൻ്റെ അക്കൗണ്ട് പോയേ എന്നുള്ളത് എനിക്കറിയില്ല. അതിപ്പോൾ അക്ബറിനും അറിയില്ലെന്ന് പറയുന്നു. ഇനി എന്തിൻ്റെ പേരിലാണ്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താ നടന്നതെന്ന് അറിയില്ല. ഇപ്പോൾ പേഴ്സണലി ഇപ്പോൾ ആൾ ഫ്രണ്ടിൽ വന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താ നടന്നത് നമുക്ക് സീരിയസ്ലി എനിക്കറിയില്ല. അപ്പോൾ എന്താണെങ്കിലും അതിൻ്റെ ജെനുവിനിറ്റി ഇന്നല്ലെങ്കിൽ നാളെ പുറത്തേക്ക് വരും. ഇപ്പോൾ ഹാക്കാണോ, അല്ലെങ്കിൽ അക്കൗണ്ട് റിപ്പോർട്ട് അടിച്ചതാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡാർക്ക് സ്റ്റോറി ഉണ്ടോ എന്നുള്ളതൊന്നും പേഴ്സണലി എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യുക. ഒരാളും എപ്പോഴും പനങ്കൊല പോലെ നിൽക്കില്ല. വീഴ്ചകൾ എല്ലാവർക്കും സംഭവിക്കും. അന്ന് നിങ്ങൾ മറ്റാർക്കെങ്കിലും പണി കൊടുത്തതാണെങ്കിൽ ഇന്ന് നമുക്കായിരിക്കും വരുന്നത്. അത് കർമ്മ എന്ന് പറയും. കാലചക്രം തിരിഞ്ഞ് നമ്മളിലേക്ക് തന്നെ വരും. അല്ലാതെ ഒരിക്കലും ഒരാൾ എപ്പോഴും പനങ്കൊല പോലെ ഇങ്ങനെ പിടിച്ച് നിൽക്കില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടപ്പോൾ എനിക്ക് കുറച്ചുപേർ അയച്ചു തന്നിട്ടാണ് കേട്ടോ ഞാൻ ഒരു വീഡിയോ. പേഴ്സണലി എനിക്കറിയില്ലായിരുന്നു അക്ബർ ഇങ്ങനെ സംഭവിച്ചെന്ന്. ഇനി ഗുരുമന്ത്ര അപ്ഡേറ്റ് കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുതിയൊരു പ്രോഡക്റ്റ് ആട്ടോ. ഇപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഒരു വൈറ്റ് കളർ എന്താ? പലരും ഇത് കരുതിയിരിക്കുന്നത് ഞാൻ മൂൺ സ്റ്റോൺ ആണ് ഇട്ടിരിക്കുന്നതാണ്. മൂൺ സ്റ്റോൺ ഹൗലൈറ്റ് ഒക്കെയാണ്, അതിൻ്റെ റിംഗ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ബ്രേസ്ലെറ്റ് അല്ല കേട്ടോ. അപ്പോൾ എന്നോട് എല്ലാവരും ചോദിച്ചു ഇതെന്താണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഇത് വൈറ്റ് കളറിലാണ് കാണുന്നത്. കാണാനായിട്ട് മൂൺ സ്റ്റോണും അതുപോലെ ഹൗലൈറ്റ് ബ്രേസ്ലെറ്റും പോലെ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത് സെലനൈറ്റ് ബ്രേസ്ലെറ്റ് ആണ്. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് കിട്ടിയിട്ടുള്ള പ്രോഡക്റ്റുകൾ, പലരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രോഡക്റ്റുകൾ നമ്മൾ ഇനി എങ്ങനെ എനർജൈസ് ചെയ്യണം, ഇതിൻ്റെ പവർ കൂട്ടാൻ എന്താ ചെയ്യേണ്ടത് ചേച്ചിന്ന്. അപ്പോൾ അവരോടൊക്കെ ഞാൻ കുറച്ച് റെമഡീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരോട് ഞാൻ ഒരു പ്രോഡക്റ്റ് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇങ്ങനെ ഒരു പ്ലേറ്റ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സെലനൈറ്റ് പ്ലേറ്റ് ആണ്. ഇതിനകത്ത് നമ്മൾ ഇതേപോലെ രാത്രി കൊണ്ടുപോയി വയ്ക്കും. രാവിലെ ആകുമ്പോഴേക്കും ഇത് ഒരു എനർജി പ്യൂരിഫൈ ചെയ്യും, അതായത് ചാർജ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലേറ്റ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഗുരുമന്ത്രയിൽ അവൈലബിൾ ആണ്. ഇൻ കേസ് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ബ്രേസ്ലെറ്റ്. ഇത് എനർജൈസ് ചെയ്ത് അതിനുശേഷം റേക്കിയും കൂടി എനർജൈസ് ചെയ്തിട്ട് നിങ്ങൾക്കിത് തരും. ഇത് പോസിറ്റിവിറ്റി കൂട്ടാൻ നമ്മളത് പ്യൂരിഫൈ ചെയ്യാം. അങ്ങനെ നമ്മളെ തന്നെ പ്യൂരിഫൈ ചെയ്യാനാണ് ഈ ഒരു ബ്രേസ്ലെറ്റ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ കൂടെയുള്ള എല്ലാ ബ്രേസ്ലെറ്റുകളും ഉണ്ടല്ലോ, ഇതിനെ കൂടി ഇത് പ്യൂരിഫൈ ചെയ്യും. അതായത് നമ്മൾ പുറത്ത് പോവുകയോ അങ്ങനെ എന്തെങ്കിലും നെഗറ്റീവ്സ് നമ്മളെ ഏക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ സ്റ്റോൺസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റോൺസിനെ ഏറ്റിട്ടുള്ള നെഗറ്റീവ്സോ മറ്റെന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അത് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ ഇട്ടിരിക്കുന്ന ബ്രേസ്ലെറ്റിൻ്റെ കൂടെ ഈ ഒരെണ്ണം കൂടി ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ പ്യൂരിഫൈ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഉപ്പുവെള്ളത്തിലോ അല്ലെങ്കിൽ സൺലൈറ്റിലോ അല്ലെങ്കിൽ പറയുന്ന പോലെ മൂൺ ലൈറ്റിലോ കാണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിപ്പോൾ ഇത് വാങ്ങിയവരോടാണെങ്കിലും ഇനി വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുന്നവരോടാണെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ഒരെണ്ണം കൂടെ നിങ്ങൾ വാങ്ങിച്ചിട്ടുള്ളൂ. ഇത് സെലനൈറ്റ് ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. ഇത് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ഞാനിത് ആദ്യം ഈ ഒരു ബ്രേസ്ലെറ്റിനെ കുറിച്ച് നമ്മൾ കുറേ വീഡിയോ ചെയ്തപ്പോഴാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. പറയാതെ വേറെ ഒന്നും കൊണ്ടല്ല. നമ്മൾ എന്തായാലും നിങ്ങൾ പ്രോഡക്റ്റുകൾ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് മറ്റ് ഉള്ള ബ്രേസ്ലെറ്റിൻ്റെ കൂടെ ഇത് ഇടുകയാണെങ്കിൽ അതിനും ഗുണമാണ്, പിന്നെ നമുക്കും ഒരു പോസിറ്റീവ് വൈബാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഞാൻ ഇട്ടിരിക്കുന്നത്. വേണ്ടവർ പറഞ്ഞാൽ മതി. നമ്മുടെ ഗുരുമന്ത്രയിൽ ഇത് അവൈലബിൾ ആണ്. നിറയെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഓർഡർ ചെയ്തവരൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവരൊക്കെ ആണെങ്കിലും ഈ ഒരെണ്ണം കൂടി നിങ്ങൾ എന്നോട് ചോദിച്ച് വാങ്ങിച്ചോളൂ കേട്ടോ. ഇത് നമുക്ക് പിന്നെ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, എനർജൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്യൂരിറ്റി കൂട്ടാനോ ചാർജ് കൂട്ടാനോ വേറെ ഒന്നും നോക്കണ്ട. ഈ ഒരു ബ്രേസ്ലെറ്റ് ഇതിൻ്റെയൊക്കെ കൂടെ അങ്ങോട്ട് ഇട്ടാൽ മതി.
പിന്നെ വേറൊരു സന്തോഷ വാർത്ത എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ പ്രോഡക്റ്റുകൾ ഓരോരുത്തർക്ക് കിട്ടിത്തുടങ്ങി. അവർ പറയുന്നുണ്ട് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എനിക്ക് മെസ്സേജാണ്. രാവിലെ തന്നെ ഓരോരുത്തരുടെ മെസ്സേജുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർക്ക് പ്രോഡക്റ്റുകൾ കിട്ടി, എപ്പോൾ ധരിക്കണം, എന്ത് ധരിക്കണം എന്നുള്ളതൊക്കെ ചോദിച്ചിട്ട്. ആർക്കും ഇല്ലാത്തൊരു പ്രത്യേകതയാണ് ഗുരുമന്ത്രയിൽ. ഗുരുമന്ത്രയുടെ ഇന്ന കാലം വരെ നിങ്ങൾ ഇൻസ്ട്രക്ട് ചെയ്യുള്ളൂ എന്നൊന്നുമില്ല. നിങ്ങൾ നമ്മുടെ ഗുരുമന്ത്രയിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ലൈഫിലൊന്ന് നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ തരും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളായിട്ട് കണക്ട് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ഡൗട്ടുകൾ ചോദിക്കാം. ലൈഫ് ലോങ് നമ്മളൊരു കണക്ഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഗുരുമന്ത്രയെ കണക്ട് ചെയ്യാം. ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. മെസ്സേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ കോൾ ചെയ്തോളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേജിൽ അതിൽ DM ചെയ്താലും മതി. കോൾ ഞാൻ കൂടുതൽ പറയാത്ത വേറൊന്നുകൊണ്ടല്ല, നമ്മളിങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ളത് അവിടെ മിസ്സായി പോകും. ടൈം ഒരുപാട് പോകുമല്ലോ, നമുക്ക് പെട്ടെന്ന് കോൾ ചെയ്ത് വെക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് DM ചെയ്യാൻ പറയുന്നത്, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാൻ പറയുന്നത്, വാട്സപ്പ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ആകുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സൗകര്യം പോലെ സംസാരിക്കാം. അപ്പോൾ അതിന് ചെയ്യാം. പിന്നെ ഇത് വേണ്ടവർ ചോദിച്ച് വാങ്ങിക്കാം. പിന്നെ മറ്റൊരു പ്രോഡക്റ്റ് കൂടി ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവാണ് കേട്ടോ. ആ പ്രോഡക്റ്റാണ് ഞാൻ ഓൾറെഡി ഒരു തവണ കാണിച്ചിട്ടുള്ളതാണ്. ഈ ഒരു ബോട്ടിൽ കണ്ടോ, ഇതൊരു ഗ്ലാസ് ബോട്ടിലാണ്. കൂടാതെ അതിൻ്റെ ഉള്ളിലായിട്ട് അമത്തിസ്റ്റിൻ്റെ ഒരു സ്റ്റോണാണ് കേട്ടോ. സ്റ്റോണിൻ്റെ ഒരു ടവറാണ് ഇതിനകത്തുള്ളത്. ഈ ടവറിൽ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെള്ളം, നമ്മുടെ വെള്ളം. ഈ ഒരു ബ്രേസ്ലെറ്റിലുള്ള സ്റ്റോൺ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇത് നമ്മൾ ബ്രേസ്ലെറ്റ് നമ്മൾ കയ്യിൽ ധരിക്കുന്നത് നമ്മൾക്ക് പുറത്തുള്ളത്, അതായത് നമ്മുടെ ഓറയിലൊന്നും ബാധിക്കാതിരിക്കാനോ നമുക്ക് നമ്മുടെ സ്ട്രെസ് റിലീഫിനും നല്ല ഉറക്കം കിട്ടാനും ഓറയിനെ ബാധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇനി ബാധിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പുറത്ത് ഈ ഒരു ബ്രേസ്ലെറ്റ് അല്ലെങ്കിൽ റിങ്ങുകൾ, മാലകളൊക്കെ ധരിക്കുന്നത്. ഇൻ കേസ് നമുക്കിതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഉള്ളിൽ ബാധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുണ്ടല്ലോ, ഈ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് ആ വെള്ളം കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലുള്ള ഉള്ളിൽ എന്തെങ്കിലും ഏറ്റിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം റിലീഫാണ്. ഇത് പ്രത്യേകിച്ച് എനർജൈസ് ചെയ്തിട്ടുള്ള ഒരു വാട്ടർ അല്ല, പക്ഷേ ഈ ഒരു ബോട്ടിലിൻ്റെ ഉള്ളിൽ ഈ വെള്ളം ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി എനർജൈസ് ആയിട്ട് ഈ സ്റ്റോണിലുള്ള അതേ ഗുണങ്ങൾ നമുക്ക് ഈ വെള്ളത്തിൽ വരും. അപ്പോൾ നമുക്കത് കുടിക്കുകയാണെങ്കിൽ പറഞ്ഞാൽ സ്ട്രെസ്സ്, ടെൻഷൻ, അല്ലെന്നുണ്ടെങ്കിൽ ഉറക്കക്കുറവ്, നമുക്ക് ഫോക്കസ് കിട്ടാനും കോൺസെൻട്രേഷൻ കിട്ടാനും അങ്ങനെ നമുക്ക് ഉള്ളിൽ ഒന്നും ബാധിക്കാതിരിക്കാം. ഈ ഒരു സ്റ്റോൺ മാത്രമല്ല കേട്ടോ, നമുക്ക് പലതരത്തിലുള്ള സ്റ്റോൺസ് ഉണ്ട്. ടൈഗ്രൈഡ് ഉണ്ട്, അമത്തിസ്റ്റിൻ്റെ ഉണ്ട്, ക്ലിയർ ക്വാർട്സിൻ്റെ ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള സ്റ്റോൺസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ തന്നെ മേക്ക് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ട് അല്ലെങ്കിൽ ഇന്ന സ്റ്റോണിൻ്റെ ആണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ ആ സ്റ്റോണിൻ്റെ ചെയ്തുതരാം. ഇപ്പോൾ എനിക്ക് അമത്തിസ്റ്റിൻ്റെ ആയിരുന്നു വേണ്ടിയിരുന്നത്, അതുകൊണ്ട് ഞാൻ അമത്തിസ്റ്റിനെ ചെയ്യിപ്പിച്ചെടുത്തു. അപ്പോൾ നമുക്ക് വേണ്ടത് ഏതാണോ, ഏത് സ്റ്റോണിൻ്റെ വാട്ടർ ബോട്ടിലാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നമ്മൾ ചെയ്തുതരാം. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നുണ്ടല്ലോ അമത്തിസ്റ്റിൻ്റെ ബോട്ടിലാണേ. ഇതല്ലാതെ അമത്തിസ്റ്റിൻ്റെ സ്റ്റോൺ കിട്ടും, ക്രിസ്റ്റൽ സ്റ്റോൺ കിട്ടും. അത് വെള്ളത്തിലിട്ട് ചിലവർ കുടിക്കും. അപ്പോൾ അതിന് പകരമാണ് നമ്മളിപ്പോൾ ഒരു ബോട്ടിൽ ഇറക്കിയിരിക്കുന്നത്. ഈ ബോട്ടിൽ ഈ ഒരു അമത്തിസ്റ്റിൻ്റെ സ്റ്റോൺ ഉണ്ട്. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ സെപ്പറേറ്റ് ഇടേണ്ട ആവശ്യമില്ല. ഈ കുപ്പിയിലെ വെള്ളം ഒഴിച്ച് വയ്ക്കാം. ഈ വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, അതായത് നമ്മുടെ മനഃശാന്തിയില്ലേ, മാനസിക ശാന്തി എന്നൊക്കെ പറയുന്ന പോലെ അതൊക്കെ നമുക്ക് കിട്ടാനും പിന്നെ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാനും പിന്നെ നല്ല ഉറക്കം കിട്ടാൻ, നല്ല സ്ലീപ്പ് കിട്ടും കേട്ടോ, നല്ല ഉറക്കം കിട്ടാനൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു സ്റ്റോണാണ് അമത്തിസ്റ്റ്. അപ്പോൾ അതിൻ്റെ വെള്ളം നമ്മൾ ഉള്ളിൽ കുടിക്കുകയാണെങ്കിലോ എന്തുമാത്രം ഗുണമുണ്ടാകും. എന്തെങ്കിലും നെഗറ്റീവ്സൊക്കെ ഏറ്റിട്ടുണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യാനായിട്ട് ഈ വെള്ളം കുടിക്കുന്നത് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ദേഹശുദ്ധി വരുത്തുക, അതായത് അമത്തിസ്റ്റ് വെള്ളം ശരീരത്തിലെ വിഷാംശങ്ങളെ കുറച്ച് നമ്മളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരും. ഏകാഗ്രത വർദ്ധിപ്പിക്കുക, അതായത് നമുക്ക് എന്തെങ്കിലോടെ ഒരു ഫോക്കസിങ് ഇമ്പ്രൂവ് ചെയ്യുക. ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും വിദ്യാർത്ഥികളൊക്കെ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഒരുപാട് അവരുടെ കോൺസെൻട്രേഷനൊക്കെ മെച്ചപ്പെടുത്താനായിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു ബോട്ടിലാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഇത് അമത്തിസ്റ്റ് സ്റ്റോണാണ്. ഇതേപോലെ തന്നെ നമുക്ക് ഒരുപാട് സ്റ്റോൺസ് ഉണ്ട്. ക്ലിയർ ക്വാർട്സിൻ്റെ ഉണ്ട്, അല്ലാതെ സെലനൈറ്റിൻ്റെ ഉണ്ട്, ടൈഗ്രൈഡ് ഉണ്ട്. ഇനി ഓരോ സ്റ്റോൺസിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെ വീഡിയോ ഞാനിപ്പോൾ ചെയ്യാം. ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഓഫീസിൽ കൊണ്ടുപോയി ഈ ഒരു ബോട്ടിൽ വെക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ വെള്ളമൊക്കെ കുടിച്ച് മീറ്റിങ്ങിലൊക്കെ പോകുമ്പോൾ നല്ല സ്ട്രെസ് റിലീഫായിട്ട് മീറ്റിങ്ങൊക്കെ അടിപൊളിയായിട്ടൊക്കെ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ DM ചെയ്യാം കേട്ടോ. പേടിക്കണ്ട, ഇത് തട്ടോ പൊട്ടോ പേടിക്കുന്നുണ്ട്. അതിങ്ങനെ ഒരു കവറുണ്ട്, നല്ല പാക്കിങ്ങിലാണ് വരുന്നത്. ഈ ഒരു കവറിൽ നമ്മൾ എപ്പോഴും ഇതിങ്ങനെ വെച്ചിരുന്നാൽ മതി. പുറത്ത് ഉള്ളിലുള്ള സ്റ്റോൺ ആരും കാണില്ല. നോർമൽ ഒരു ബോട്ടിൽ വെള്ളം കുടിക്കുന്നു, നമ്മൾ വീട്ടിൽ വെച്ചാലും മതി. രാത്രി കിടക്കുമ്പോഴോ രാത്രിയൊക്കെ ഇരുന്ന് ഈ വെള്ളം ബോട്ടിൽ വെച്ചിട്ട് കുടിച്ച് കിടന്നുറങ്ങാം. രാത്രിയൊക്കെ വെള്ളം കുടിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ വെറും വയറ്റിൽ വെള്ളം കുടിച്ചിട്ടാണല്ലോ ആ ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ബോട്ടിൽ വാങ്ങിച്ച് വെക്കുക. ഇത് പല സ്റ്റോണിൻ്റെ ഉണ്ട് കേട്ടോ. ടൈഗ്രൈഡ് ഉണ്ട്, അമത്തിസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് സ്റ്റോണോ വേണ്ടെന്ന് പറഞ്ഞാൽ മതി, അതിൻ്റെ നമ്മൾ ചെയ്തു തരാം. അത് നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. വളരെ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും